പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, അതിനുശേഷം അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നു. അതിനുശേഷം നമ്മൾ ട്രാൻസ്ലേഷനിൽ എത്തി നിൽക്കുകയാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒബ്ജക്ട് കോഡിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് നമുക്ക് എക്സിക്യൂട്ട് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് പലതരത്തിലുള്ള എററുകൾ ഉണ്ടാവും. എറർ എന്ന് പറയുമ്പോൾ മിസ്റ്റേക്സ് ദാറ്റ് ഒക്കർ ഇൻസൈഡ് ദ പ്രോഗ്രാം ദാറ്റ് മേ ബി ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ്. ഒന്ന്, നമ്മൾ എല്ലാ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള ഗ്രാമർ ഉണ്ട്, റൂൾ ഉണ്ട്. അത് നമ്മൾ പറയുന്ന പേര് സിൻടാക്സ് എന്ന് പറയാം. സിൻടാക്സ് ഓഫ് ദ ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ സിൻടാക്സ് എന്നാണ് പറയുക. ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിൽ നമുക്ക് ഗ്രാമർ ആണെങ്കിൽ അതേ മീനിങ് ആണ് ഇവിടെ സിൻടാക്സിനുള്ളത്. ഇപ്പൊ ചില സെന്റൻസുകളൊക്കെ എഴുതുമ്പോൾ ആ സെന്റൻസ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പീരിയഡ് ഉപയോഗിക്കാറുണ്ട്, കുത്ത്. ഇവിടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ചില സെന്റൻസുകൾ നമ്മൾ എഴുതുമ്പോൾ സെമികോളൻ ഇട്ടായിരിക്കും ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ അതിന്റെ സിൻടാക്സിന്റെ ഭാഗമാണ്. അത് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന എററുകളാണ് ഒന്നാമത്തെ തരത്തിലുള്ള എററുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ്. അങ്ങനെയുള്ള എററുകൾക്ക് പറയുന്ന പേര് സിൻടാക്സ് എറേഴ്സ് എന്ന് പറയാം. ഈ എററിന് മറ്റൊരു വാക്കാണ് ബഗ് എന്ന് പറയും. പ്രോഗ്രാമിൽ ഉണ്ടാവുന്ന എററുകൾക്ക് വിളിക്കാവുന്ന മറ്റൊരു വാക്കാണ് ബഗ്. ഈ ബഗ്ഗുകളെ ഡിറ്റക്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു ഫേസ് എന്ന് പറയുന്നത് ഡീബഗ്ഗിങ് ഫേസ് ആണ്. Detecting and removing errors in a program is known as debugging. ഇപ്പൊ എന്തൊക്കെ തരത്തിലുള്ള എററുകളാണ് റിമൂവ് ചെയ്യുക? ഒന്നാമത്തെ ടൈപ്പ് സിൻടാക്സ് എറേഴ്സ്, എറർ ഡ്യൂ ടു ദ വയലേഷൻ ഓഫ് ദ ഗ്രാമർ ഓഫ് ദ ലാംഗ്വേജ്, ദ സിൻടാക്സ് ഓഫ് ദ ലാംഗ്വേജ്. Now what happens when this type of errors occur in the program? See, when you translate it, you will get an erroneous object code with error which cannot be executed. So the consequence of syntax errors is that the program cannot be executed. You will not be able to execute the program unless you correct these errors. ഈ എററുകൾ കണ്ടുപിടിക്കപ്പെടുന്നത് ട്രാൻസ്ലേഷൻ ഫേസിലാണ്. ഇപ്പൊ ഈ ഡീബഗ്ഗിംഗ് ഫേസ് എന്ന് പറയുന്നത് അടുത്ത ഫേസിലേക്കും കൂടി ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഫേസ്? ഇറ്റ് ഈസ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. So we will go through these two phases together. Now, let us consider a program, a simple calculator. Simple calculator എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ സിമ്പിൾ കാൽക്കുലേറ്ററിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള 4 അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ 2 നമ്പറുകൾ ഇൻപുട്ട് ചെയ്യുന്നുണ്ടാവും. ആ നമ്പറുകൾ ഇൻപുട്ട് ചെയ്യുന്നത് നമ്മൾ ആവശ്യമുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അഡീഷൻ ആണ് വേണ്ടതെങ്കിൽ അഡീഷൻ പെർഫോം ചെയ്യുന്നു, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യുന്നു, ഡിവിഷൻ ആണെങ്കിൽ അത് ചൂസ് ചെയ്യുന്നു. Now I am inputting 2 numbers, 6 and 5 എന്ന് പറയുന്ന 2 നമ്പറുകൾ ഇൻപുട്ട് ചെയ്യുന്നു. And I am choosing the operation plus, but I am getting the result as 30. See what happened? നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയോ ലോജിക്കിൽ ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് അത് ടൈപ്പ് ചെയ്തപ്പോൾ ചില മിസ്റ്റേക്കുകൾ വന്നതുകൊണ്ടാണ് അങ്ങനെ ചില ഒരു ഔട്ട്പുട്ട്, നമ്മൾ ഡിസൈർ ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ല നമുക്ക് കിട്ടിയത്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടി. നമുക്ക് മനസ്സിലുണ്ട് ഇപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. 6ഉം 5ഉം കൂട്ടേണ്ടതിന് പകരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ അവിടെ കൊടുത്തു പോയിട്ടുണ്ടാവും. പ്ലസിന് പകരം മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുത്തു പോയി ഇൻസ്ട്രക്ഷനിൽ. അപ്പോൾ നമുക്ക് 6 5 30 എന്ന് കിട്ടി. Now this is another type of error, isn't it?
You are not getting the desired output. This type of errors are called logical errors. Logical errors occur due to improper planning of the logic or due to improper planning of the algorithm. നമ്മൾ അൽഗരിതത്തിന്റെ പ്ലാനിങ്ങിൽ വന്ന മിസ്റ്റേക്കുകൾ കൊണ്ടുണ്ടാകുന്ന എററുകളാണ് ലോജിക്കൽ എറേഴ്സ്. ഇത് എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? യു ക്യാൻ ഐഡന്റിഫൈ ദിസ് അറ്റ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫേസ്. The execution and testing phase is actually performed in order to find out the correctness of your program. ലോജിക്കലായിട്ട് നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് we will have to select a test data. ഒരു ടെസ്റ്റ് ഡാറ്റ, എല്ലാ പോസിബിൾ കേസുകളും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യണം. ആ ടെസ്റ്റ് ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട റിസൾട്ടുകൾ നമ്മുടെ കൈവശം ഉണ്ടാവും. ആ റിസൾട്ടുകളുമായിട്ട് ഒത്തുനോക്കുന്നു. കിട്ടുന്ന റിസൾട്ടും നമുക്ക് വേണ്ട റിസൾട്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് പ്ലാനിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അൽഗോരിതത്തിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ആൻഡ് വി ഹാവ് ടു കറക്റ്റ് ദാറ്റ്. അതാണ് ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇനി മറ്റൊരു തരത്തിലുള്ള എറർ എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബ്രപ്റ്റ് ആയിട്ട്, അബ്നോർമൽ ആയിട്ട് ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്തു പോകും. പ്രോഗ്രാം ക്ലോസ് ആയി പോകുന്നു. വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ഇങ്ങനെയുള്ള എററുകൾ, അതായത് റൺ ടൈമിൽ ഉണ്ടാകുന്ന എററുകൾ, പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടാകുന്ന എററുകൾക്ക് പറഞ്ഞ പേര് റൺ ടൈം എറർ എന്നാണ് പറയാം. വിൽ ടേക്ക് ദി സെയിം എക്സാമ്പിൾ. ഈ കാൽക്കുലേറ്റർ എക്സാമ്പിളിൽ നമ്മൾ 2 നമ്പർ ഇൻപുട്ട് ചെയ്തു. അതിൽ രണ്ടാമത്തെ നമ്പർ 0 എന്നാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ആൻഡ് വി ഹാവ് ചോസൺ ദ ഡിവിഷൻ ഓപ്പറേഷൻ. ഡിവിഷൻ ഓപ്പറേഷൻ എ ബൈ ബി, സി ഈസ് ഈക്വൽ ടു എ ബൈ ബി, എ ഡിവൈഡഡ് ബൈ ബി എന്നാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ രണ്ടാമത്തെ നമ്പർ ബി എന്ന് പറയുന്ന നമ്പർ 0 ആയി പോകുന്നു. ആൻഡ് ഡിവിഷൻ ബൈ 0 ഈസ് an undefined ഓപ്പറേഷൻ. അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ആ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. So what happens? This is an illegal operation which will lead to runtime error. Computer doesn't know what to do then. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചില എറർ ഹാൻഡ്ലിംഗ് പ്രൊസീജിയറുകളൊക്കെ നമ്മൾ പ്രോഗ്രാമിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള റൺ ടൈം എററുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു യൂസർ രണ്ടാമത്തെ നമ്പർ 0 ആണ് ഇൻപുട്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ യൂസറിനോട് പറയണം, ഡിവിഷൻ ഓപ്പറേഷനിൽ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. എങ്ങനെ ഒരു മെസ്സേജ് യൂസറിന് കൊടുത്തു കഴിയുമ്പോൾ യൂസർ എന്ത് ചെയ്യും? വേറൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമ്മൾ 3 തരത്തിലുള്ള എററുകളാണ് കണ്ടത്. 1 സിൻടാക്സ് എറർ, 2 ലോജിക്കൽ എറർ, 3 റൺ ടൈം എറർ. ഈ 3 തരത്തിലുള്ള എററുകളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ 3 തരത്തിലുള്ള എറേഴ്സിനെ പറ്റി ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഓരോ എററും ഉണ്ടാവാനുള്ള കാരണം, റീസൺ ഫോർ ദി എറർ. 2, ഇത് എപ്പോഴാണ് ഈ എററിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, എറർ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തത്, വാട്ട് ഇസ് ദ കോൺസിക്വൻസ് ഓഫ് ദി എറർ, എറർ ഉണ്ടായാൽ എന്താണ് പ്രശ്നം. ആൻഡ് ഫോർത്ത് വൺ, വിൽ ഗീവ് സം എക്സാമ്പിൾ ഫോർ ദീസ് എറേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് എറർ എടുക്കാം. ഒന്നാമത്തെ എറർ സിൻടാക്സ് എറർ. സിൻടാക്സ് എറർ ഈസ് ഡ്യൂ ടു, വാട്ട് ഇസ് ദ റീസൺ ഫോർ ദി എറർ? വയലേഷൻ ഓഫ് ദ ഗ്രാമർ ഓഫ് ദ ലാംഗ്വേജ് ഓർ സിൻടാക്സ് ഓഫ് ദ ലാംഗ്വേജ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാവുന്നത് ട്രാൻസ്ലേഷൻ ഫേസിൽ നമുക്ക് കണ്ടുപിടിക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്യാം, പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എററുകൾ ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കമ്പൈലേഷൻ വിൽ റിസൾട്ട് ഇൻ ദ ഒബ്ജക്ട് കോഡ് ആസ് വെൽ ആസ് ആൻ എറർ ലിസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് എറർ ലിസ്റ്റിംഗും കൂടെ കിട്ടും. ഇപ്പോൾ എററുകൾ ഐഡന്റിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഈ എററുകൾ ഉണ്ടാകുന്നതുകൊണ്ടുള്ള കോൺസിക്വൻസ് എന്താണ്? വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ദ എറർ? എറേനിയസ് ഒബ്ജക്ട് കോഡ് ആണ് കോൺസിക്വൻസ് അല്ലേ? ഒബ്ജക്ട് കോഡ് വിത്ത് എറർ ആയിരിക്കും, which cannot be executed. And can you give some examples of this syntax errors? I already told you, missing semicolon. ഒരു സെന്റൻസിന് ശേഷം സെമികോളൻ ഇടുന്നിടത്ത് നമ്മൾ ഇടാതെ പോവുക. അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ റിസർവ്ഡ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ വാക്കുകൾക്കിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ലീഡ് ടു എറർ, സിൻടാക്സ് എറേഴ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറർ എന്ന് പറയുന്നത്.
രണ്ടാമത് ലോജിക്കൽ എറർ ആണ്. ലോജിക്കൽ എറർ occurs due to improper planning of the logic of the program. പ്രോഗ്രാമിന്റെ ലോജിക്കിൽ വരുന്ന മിസ്റ്റേക്കുകൾ അത് എപ്പോഴാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ലോജിക്കൽ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാവുന്നത് നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫേസിലാണ് ഈ എററുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? വാട്ട് ഹാപ്പൻസ് വിത്ത് ദി എറർ? യു വിൽ നോട്ട് ഗെറ്റ് ദ ഔട്ട്പുട്ട് ദാറ്റ് യു ആർ ഡിസൈറിങ്. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടുകൾ കിട്ടാതെ പോകും. യു ഗെറ്റ് റോങ് ഔട്ട്പുട്ട്സ്. ഇൻപുട്ട് ഒക്കെ കറക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ, ബട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ കറക്റ്റ് ഔട്ട്പുട്ട്. അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിളോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ്, അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് മാറിപ്പോവുക. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടേണ്ടടുത്ത് ലെസ് ദാൻ സിമ്പിൾ ഇടുക, ലെസ് ദാൻ സിമ്പിൾ ഇടേണ്ടടുത്ത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക. അങ്ങനെയൊക്കെ വരുന്നത് ഈ ലോജിക്കൽ എററിലേക്ക് ലീഡ് ചെയ്യും. ഇതാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എറർ എന്ന് പറയുന്നത് റൺ ടൈം എറർ എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് ആ എററുകൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഈ ഓപ്പറേഷൻസോ ഡാറ്റയോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്, പ്രോഗ്രാമിൽ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള റൺ ടൈം എററുകൾ ഉണ്ടാകുന്നത്. അപ്പൊ റൺ ടൈം എറർ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് ഫേസിലാണ്. ടെസ്റ്റിംഗ് ഫേസിലാണ് റൺ ടൈം എററുകളും കണ്ടുപിടിക്കുന്നത്. നമ്മൾ ടെസ്റ്റ് ഡാറ്റ കൊടുത്തു കഴിയുമ്പോൾ എല്ലാ പോസിബിൾ കേസസും ടെസ്റ്റ് ചെയ്യുമ്പോൾ യു മേ ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ഈസ്, ചിലപ്പോൾ അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കുറെ കാലം കഴിഞ്ഞ് മെയിൻ്റനൻസ് ഫേസിലായിരിക്കാം നമുക്കത് കണ്ടുപിടിക്കപ്പെടുക. അപ്പോൾ അതാണ് റൺ ടൈം എറർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിവിഷൻ ബൈ സീറോ. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഡിവിഷൻ ബൈ സീറോ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, അതൊരു ഇല്ലീഗൽ ഓപ്പറേഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലും പ്രോഗ്രാമിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു റൺ ടൈം എറർ. ആൻഡ് വാട്ട് ഇസ് ദ കോൺസിക്വൻസ് ഓഫ് ദി എറർ? ഈ പ്രോഗ്രാം വിൽ ടെർമിനേറ്റ്. നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം പെട്ടെന്ന് തന്നെ ക്ലോസ് ആയി പോകുന്നു, അത് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എററുകളെ കുറിച്ചുള്ള ഒരു പഠനം. You can expect a sure question based on this topic. നമ്മൾ അടുത്ത ഫേസിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ഫേസ് എന്ന് പറയാൻ വേണമെങ്കിൽ ഡോക്യുമെന്റേഷൻ എന്നാണ് പറയേണ്ടത് ആ ഫേസ്. ഡോക്യുമെന്റേഷൻ ഇസ് ആൻ ഓൺഗോയിങ് പ്രോസസ് ആക്ച്വലി. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സിസ്റ്റം സ്റ്റഡി ഓർ ദ പ്രോബ്ലം സ്റ്റഡി ടിൽ ദ എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാം തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ, സ്റ്റഡി തുടങ്ങുന്നത് മുതൽ ഇംപ്ലിമെന്റേഷൻ ഫേസ് വരെ ഈ ഡോക്യുമെന്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഫേസ് അതുകൊണ്ട് തന്നെ ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. ആൻഡ് എ സോഫ്റ്റ്വെയർ ഇസ് നോട്ട് കംപ്ലീറ്റ്, എ പ്രോഗ്രാം ഇസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ഡോക്യുമെന്റേഷൻ. എന്താ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ, ഡോക്യുമെന്റേഷൻ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയും, രണ്ട് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയും. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം കോഡിനുള്ളിൽ, സോഴ്സ് കോഡിനുള്ളിൽ തന്നെ കമന്റുകൾ എഴുതുക. എന്താ കമന്റ് എന്ന് പറഞ്ഞാൽ? എക്സ്പ്ലനേറ്ററി നോട്ട്സ് അബൌട്ട് ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് യു ഗിവ് ഇൻസൈഡ് യുവർ പ്രോഗ്രാം. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനെ പറ്റി അല്ലെങ്കിൽ പ്രോഗ്രാമിൽ എഴുതുന്ന ഇൻസ്ട്രക്ഷനെ പറ്റിയുള്ള ചില എക്സ്പ്ലനേഷൻസ് നമുക്ക് പ്രോഗ്രാമിനുള്ളിൽ തന്നെ കൊടുക്കാൻ പറ്റും. വിച്ച് വിൽ ബി ഡിസ്കാർഡഡ് ഓർ ഇഗ്നോർഡ് ബൈ ദ കമ്പൈലർ. കമ്പൈലറിന് അത് ബാധകമാവില്ല. അത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്? വൺ ഹു റീഡ്സ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം വായിക്കുന്ന ആൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻസും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിനുള്ളിൽ നമ്മൾ എഴുതുന്ന കമന്റുകൾക്ക് പറയുന്ന പേരാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. ഇനി രണ്ടാമത്തേതാണ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയും. നമ്മളൊരു മൊബൈൽ മേടിക്കുമ്പം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു യൂസർ മാനുവൽ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും, അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ്. ഈ ഒരു ഡിവൈസ് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണത്, യൂസർ മാനുവൽ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള യൂസർ മാനുവൽ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ സിസ്റ്റം മാനുവൽ പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്നാണ് പറയുക. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയാൻ കാരണം ഇറ്റ് ഇസ് ഗോയിങ് ഔട്ട്സൈഡ് അല്ലേ. ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിക്കല്ല ഇത് ആവശ്യം. അത് യൂസ് ചെയ്യുന്ന ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നവർക്കാണ് ഈ യൂസർ മാനുവലും സിസ്റ്റം മാനുവലും ഒക്കെ വേണ്ടത്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, യൂസർ ഗൈഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതൊക്കെയാണ് ഈ എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. അങ്ങനെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഡോക്യുമെന്റേഷനും ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷനും ഉണ്ട്. ഇത് നമ്മൾ എല്ലാ ഫേസിലും
വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ ഫേസിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഡോക്യുമെന്റേഷൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു ഓൺഗോയിങ് പ്രോസസ് ആണെന്ന് പറയുന്നത്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫേസുകളും നമ്മൾ കണ്ടു. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, സെക്കൻഡ് വൺ ഇസ് preparing the algorithm and flow chart, thirdly we have written the code for the problem, code using some language, and then we have translated it, and during translation we have found out certain errors. After that we have executed the program and tested the program to find out the correctness of your program, to find out the logical and runtime errors, and also done the documentation of the program. So these are the various phases involved in the design of a program, a computer program. Okay, so the major part of the chapter was regarding this. നമുക്ക് ഈ അൽഗോരിതം, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തു, അതേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വേറൊരാൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറൊരു അൽഗോരിതം കിട്ടാം. So that means there are different solutions for the same problem. You can reach to the solution in different ways. To demonstrate this, I'll just show you the first algorithm that we had discussed, finding the sum and average of three numbers. You can look at the screen and we have two different solutions for the same problem. ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. Look at the line which calculates the average. Average is equal to, in the first case it is sum by the s by 3, and the second case it is a plus b plus c divided by 3. We have already calculated s is equal to a plus b plus c, sum is equal to a plus b plus c. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമതും നമ്മൾ സം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ തുകയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ 2 പ്രാവശ്യം ഇവിടെ സം കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. ഒരു കേസിൽ ഒരു തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ കാൽക്കുലേറ്റ് ചെയ്ത സമ്മിന്റെ ആവറേജ് നമ്മൾ കാണുന്നു. ഓക്കെ, അപ്പൊ അതൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലേതാണ് നല്ല അൽഗോരിതം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. Now, how do you evaluate the performance of the algorithm? എങ്ങനെയാണ് നമ്മൾ ഒരു അൽഗോരിതത്തിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ അൽഗോരിതത്തിൽ കമ്പ്യൂട്ടർ ആ സമ്മ് കാണുന്ന ഒരു പ്രാവശ്യം കണ്ടാൽ മതി. രണ്ടാമത്തെ അൽഗോരിതത്തിൽ 2 തവണ കമ്പ്യൂട്ടർ സം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, which obviously needs more time, അല്ലേ? ഇനി രണ്ടാമതൊരു അൽഗോരിതം ഞാൻ കാണിച്ചു തരാം. ഇവിടെ 3 സംഖ്യകളിൽ ഏതാണ് വലുത്, ഏറ്റവും വലുത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണിത്. അത് പ്രിന്റ് ചെയ്യും. ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അത് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. നിങ്ങൾക്കൊന്ന് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ് പ്രോഗ്രാം അൽഗോരിതം. ഒന്നാമത്തതിൽ നമ്മൾ 2 കമ്പാരിസൺ നടത്തി. M1 M2നേക്കാൾ വലുതാണോ നോക്കി, M1 M3നേക്കാൾ വലുതാണോ നോക്കി. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടും ട്രൂ ആണെങ്കിൽ M1 ആണ് വലുതെന്ന് പറയും. അപ്പൊ അവിടെ 2 കമ്പാരിസൺ നടത്തിയിട്ടാണ് നമ്മൾ M1 വലുതാണെന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിലോ വീണ്ടും നമ്മൾ 2 കമ്പാരിസൺ നടത്തുകയാണ്. M2 M1നേക്കാളും വലുതാണോ, M2 M3നേക്കാളും വലുതാണോ നോക്കുന്നു. അവിടെ 2 കമ്പാരിസൺസും കൂടെ എന്നിട്ട് M2 ആണ് വലുതെന്ന് പറയും. ഇനി അല്ലെങ്കിൽ M3 ആണ് വലുതെന്ന് പറയും. അവിടെയും നമുക്ക് 2 കമ്പാരിസൺസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ വേഴ്സ്റ്റ് കേസിൽ, അതായത് M3 ആണ് വലുതെങ്കിൽ കമ്പ്യൂട്ടർ എത്ര കമ്പാരിസൺസ് നടത്തുന്നുണ്ട്? ആദ്യത്തെ 2 കമ്പാരിസൺ, രണ്ടാമത്തെ 2 കമ്പാരിസൺ, മൂന്നാമത്തെ 2 കമ്പാരിസൺ. അപ്പൊ മൊത്തം 6 കമ്പാരിസൺ നടത്തിയിട്ടാണ് M3 ആണ് ഏറ്റവും വലുത് എന്ന് പറയേണ്ടി വരുന്നത്. ഇനി രണ്ടാമത്തെ അൽഗോരിതം നോക്കുക, കമ്പാരിസൺസിന്റെ എണ്ണം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? M1 M2നേക്കാളും വലുതാണെങ്കിൽ നമ്മൾ വലുത് M1 ആണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജിൽ M1 ആണ് വലുത്, അല്ലെങ്കിൽ M2 ആയിരിക്കും വലുത്. അപ്പൊ അവിടെ ഒരു കമ്പാരിസണിൽ നമ്മൾ ഒന്നുകിൽ M1 ആണ് അല്ലെങ്കിൽ M2 ആണെന്ന് കിട്ടി. ഇനി രണ്ടാമതൊരു കമ്പാരിസൺ നടത്തിയിട്ട് നേരത്തെ നമ്മൾ കണ്ടതിൽ ഏതാണോ അതും മൂന്നാമത്തെ സംഖ്യയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏതാണ് വലുതെന്ന് തീരുമാനിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള കമ്പാരിസൺ വേണ്ടി വരുന്നത് എത്ര എണ്ണമാണ്? 2 കമ്പാരിസണിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. 6 കമ്പാരിസണിൽ റിസൾട്ട് കിട്ടുന്നു, 2 കമ്പാരിസണിൽ റിസൾട്ട് കിട്ടുന്നു, തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഏതാണ് നല്ല അൽഗോരിതം? ഇവിടെ രണ്ടാമത് പറഞ്ഞ അൽഗോരിതമാണ് ബെറ്റർ. കാരണം അതാണ് ആദ്യം കംപ്ലീറ്റ് ആവുക. കാരണം 6 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ
ഫാസ്റ്റ് ആയിരിക്കില്ലേ 2 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ പ്രോബ്ലം തന്നെയാണ്, ബട്ട് സോൾവ് ഇൻ ഡിഫറെന്റ് വേസ്. ഇനി മൂന്നാമത് ഒരു അൽഗോരിതം കൂടി കാണിക്കും. ഈ അൽഗോരിതത്തിൽ നമ്മൾ 100ന്റെയും 200ന്റെയും ഇടയിലുള്ള ഓഡ് സംഖ്യകളുടെയും ഈവൻ സംഖ്യകളുടെയും സമ്മ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതാണ്. ഒന്നാമത്തെ അൽഗോരിതത്തിൽ 2 ലൂപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ അൽഗോരിതത്തിൽ 1 ലൂപ്പേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ലൂപ്പില് ഈ ടെസ്റ്റ് കണ്ടീഷൻ, ഇൻക്രിമെന്റേഷൻ അതൊക്കെ പല തവണ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഒന്നാമത്തെ അൽഗോരിതത്തിൽ രണ്ടാമത്തെ അൽഗോരിതത്തിനേക്കാൾ ഡബിൾ ടൈംസ്, ട്വൈസ് അല്ലേ, 2 മടങ്ങ് ആ ടെസ്റ്റ് കണ്ടീഷനും അപ്ഡേഷനും ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഏതിനായിരിക്കും കൂടുതൽ സമയം വേണ്ടി വരിക? ഒന്നാമത്തെ അൽഗോരിതത്തിന് കൂടുതൽ സമയം വേണ്ടി വരും, രണ്ടാമത്തെ അൽഗോരിതത്തിന് കുറച്ച് സമയം മതി. കാരണം അത് ഒറ്റ ലൂപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഈ ഓഡ് സമ്മും ഈവൻ സമ്മും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പകുതി ഇൻസ്ട്രക്ഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അപ്പം നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ അൽഗോരിതംസ് ആണ് കണ്ടത്. അതിൽ നമ്മൾ പറഞ്ഞു വൺ ഈസ് ബെറ്റർ ദാൻ ദി അതർ. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഹൗ ഡിഡ് യു ഇവാലുവേറ്റ് ദിസ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 ഫാക്ടേഴ്സ്. ഒന്ന് ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. ഈ 2 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത്, ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അൽഗോരിതംസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പെർഫോമൻസ് ഓഫ് അൽഗോരിതം ഇവാലുവേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ടൈം ആൻഡ് സ്പേസ്. The algorithm which requires less time and less space is considered the best algorithm. ഏറ്റവും കുറവ് സമയം ഏത് അൽഗോരിതത്തിനാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് സ്പേസ് ഏത് അൽഗോരിതമാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനകത്ത് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് മാത്രം മെമ്മറിയിൽ മതിയെങ്കിൽ അങ്ങനെയുള്ള അൽഗോരിതംസ് നല്ല അൽഗോരിതമാണെന്ന് നമ്മൾ പറയും, ബെറ്റർ അൽഗോരിതമാണെന്ന് പറയും അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ അൽഗോരിതംസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. The performance of algorithm can be evaluated based on the time and the space complexity. The algorithm which requires less time and less space, കുറച്ച് സമയവും കുറച്ച് സ്പേസും റിക്വയർ ചെയ്യുന്ന അൽഗോരിതംസ് ആണ് എന്ത്? ബെറ്റർ അൽഗോരിതംസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്ക്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കണ്ടത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രോഗ്രാമിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. C++ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആ പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ആസ് ദ ചാപ്റ്റർ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് ഫാർ ആസ് എ പ്രോഗ്രാമിംഗ് സ്റ്റുഡൻറ് ഇസ് കൺസേൺഡ്. ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് വളരെ ഈസി ആയിട്ട് തോന്നും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ സ്റ്റഡി ദിസ് ടോപ്പിക് very well so that you can master the C++ language in a better way. നമുക്ക് അടുത്ത ക്ലാസ്സിൽ C++ പ്രോഗ്രാമിംഗുമായിട്ട് വീണ്ടും കാണാം. Thank you for watching my class. See you then. Goodbye.